ആകാശവാണി കവരത്തി. 90 തികഞ്ഞ് ആകാശവാണി. 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്. This is Akashvani. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. ഹൃദയതാളമായി, സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ. വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ. പ്രകൃതി ദുരന്തവേളകളിൽ, കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇന്നും ശ്രോതാക്കൾക്കൊപ്പം. വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി പ്രാദേശിക ഭാഷകൾ, ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു. ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ് ആകാശവാണി. ആകാശവാണി കവരത്തി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. 90 തികഞ്ഞ ആകാശവാണി എന്ന പരിപാടിയിൽ പാട്ടുകാരനും അഭിനേതാവും അധ്യാപകനും സർവോപരി ഫയർഫോഴ്സ് ജീവനക്കാരനുമായ അലിയുൽ ഷൈഖ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ അലിയുൽ ഷൈഖാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ കവരത്തി ആകാശവാണിയിലാണ്. അതിലേറെ സന്തോഷം എന്തെന്ന് വെച്ചാൽ ആകാശവാണി 90 തികഞ്ഞ് നിൽക്കുകയാണ്. ആ ഒരു വേളയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഞാനൊരു 90s ജനിച്ച ഒരാളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വളർന്നു വരുമ്പോൾ ആകാശവാണി റേഡിയോ പരിപാടിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഞാൻ ഏറ്റവും ആദ്യം തുടക്കം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമൊക്കെ ഈ റേഡിയോ ഇതിലൂടെ ആൾക്കാർ സംസാരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആളുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ അകത്തുള്ള ആളെ നോക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പലരും ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ദുബായ് വിചാരിച്ചിരുന്നത് ആകാശത്തിലായിരുന്നു ദുബായ് എന്നുള്ള പോലെ ഈ റേഡിയോൻ്റെ അകത്ത് സംസാരിക്കുന്ന ആൾ അതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും റേഡിയോ എന്ന് പറയുന്ന കാര്യം നമ്മൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കാരണം വാർത്തകൾ, അതുപോലെ തന്നെ പാട്ടുകൾ നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്ന റേഡിയോയിൽ കൂടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആരോഗ്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റേഡിയോയിൽ നമ്മുടെ വലിയപ്പന്മാരൊക്കെ കേൾക്കുമ്പോൾ അവരുടെ അടുത്തിരുന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടപ്പുറത്തായാലും നമ്മുടെ പ്രായമുള്ള ആൾക്കാരിരിക്കുമ്പോൾ അവരുടെ അടുത്ത് തന്നെ റേഡിയോ ഉണ്ടാവും. ഞാനൊക്കെ വളർന്നു വരുമ്പോൾ തന്നെ എൻ്റെ പെങ്ങന്മാർ ഫുള്ള് പാട്ട് കേൾക്കുന്നത് മറ്റേ റേഡിയോയിൽ കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ പാട്ടുകളൊക്കെ പാട്ടുകൾ കേട്ട് തുടങ്ങിയതൊക്കെ റേഡിയോ എന്ന് തന്നെ പറയാം. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളിപ്പോൾ ഈ മീഡിയയിൽ വന്ന് ഇൻ്റർനെറ്റ് വന്ന് ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള മീഡിയ വന്നിട്ടും ഇപ്പോഴും ആകാശവാണി എന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടൈമിംഗ് ആണ്. റേഡിയോൻ്റെ കാര്യത്തിൽ ഒരു ടൈമുണ്ട്. ഇപ്പോൾ ഏറൊക്കെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ നമുക്ക് ടൈം നോക്കേണ്ട കാര്യമില്ല. റേഡിയോയിൽ ആ പരിപാടി വന്നു കഴിഞ്ഞാൽ അത് സമയം ഏറാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റേഡിയോ പ്രോഗ്രാമാണ് അന്ന് മുതൽ ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നു. അന്ന് ഈ റേഡിയോയിലൂടെ ഞാൻ വേറെ ഒരുപാട് ആൾക്കാരുടെ ശബ്ദങ്ങൾ കേട്ടു. ഇന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിലേറെ ഇപ്പോഴും ആകാശവാണി ഈ റേഡിയോ പരിപാടി തുടരുന്നതുകൊണ്ടാണ് ഇന്ന് എനിക്കും വന്നിരുന്ന് ഇവിടെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ആകാശവാണിയോട് ഞാനെന്നും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ഉള്ള പുതിയ തലമുറക്ക് റേഡിയോയുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പുതിയ തലമുറയോട് പറയുമ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നത് മുമ്പ് ഉള്ള വീഡിയോകളായിട്ടോ അല്ലെങ്കിൽ മുമ്പുള്ള ഫോട്ടോസായിട്ടോ മാത്രമായിരിക്കും. പക്ഷേ എന്നാൽ ഇപ്പോഴും ഉള്ള കുട്ടികൾക്ക് നമുക്ക് ആകാശവാണി എന്താണ്, റേഡിയോയിൽ കൂടി എങ്ങനെയാണ് പുറത്ത് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണിക്കാൻ വേണ്ടി കവരത്തി ആകാശവാണി നിലയം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ടാണ് ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിലേറെ സന്തോഷമുണ്ട്. റേഡിയോന് അത്രയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ചലച്ചിത്ര ശബ്ദരേഖകൾ, ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ലേലം എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ സിനിമ ഞാൻ ആദ്യം ശബ്ദരേഖ കേട്ടിട്ടായിരുന്നു ആ ഫിലിം ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാടകങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് പല പ്രദേശങ്ങളും അറിഞ്ഞത് റേഡിയോയിലൂടെയാണ്. അപ്പോൾ അത്തരത്തിൽ ഏറെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മീഡിയയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റേഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ഷൻ ടൈമിൽ
ഇലക്ഷൻ ടൈമിൽ ഒരുപാട് നമ്മളെ കണ്ടിട്ടുണ്ട്, ആൾക്കാർ ഇങ്ങനെ റേഡിയോ ആയിട്ട് നടക്കുന്നതൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് കളിയുടെ കാര്യങ്ങൾ, നമ്മൾ അതിൻ്റെ സ്കോർ അറിയാൻ വേണ്ടിയൊക്കെ ആ ടൈമിലൊക്കെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ റേഡിയോ ആയിട്ട് കൊണ്ടു നടക്കുമ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ആ ചെറിയ പ്രായത്തിൽ നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതിൻ്റെ അന്നത്തെ സ്കോറും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി റേഡിയോ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കറിയാം നമ്മുടെ തൊട്ടടുത്തില്ലേ ക്രിക്കറ്റിൻ്റെ ആരാധകരായിട്ട് കുറേ ആൾക്കാരുണ്ട്. ആ സമയത്ത് ഞാനൊന്നും വലിയ ക്രിക്കറ്റ് കളിക്കാരനല്ല, പക്ഷേ എങ്കിലും നമ്മുടെ അടുത്തുള്ള ക്രിക്കറ്റിൻ്റെ ആരാധകരുള്ളത് കൊണ്ട് അവരോടൊപ്പം ഞാനും പോകുമായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഇക്കാക്ക എന്ന് പറഞ്ഞ ആളുടെ അടുത്താണ് റേഡിയോ ഉള്ളത്. അപ്പോൾ ആളുടെ ആ റേഡിയോയിൽ കൂടിയാണ് ഇതിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ ഭയങ്കര ആവേശമായിട്ട് റണ്ണൊക്കെ പറയുമ്പോഴല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പലരും അനുഭവിച്ചതാണ്. അപ്പോൾ അതൊക്കെയും റേഡിയോയിലൂടെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലക്ഷദ്വീപ് തന്നെ മറ്റ് പ്രദേശങ്ങളിൽ, അതായത് നമ്മുടെ കോഴിക്കോട് വരെ ആകാശവാണി ലക്ഷദ്വീപിലത്തെ പ്രോഗ്രാം മാത്രം നടത്തി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ 2004 നടന്ന ആ മറ്റേ കോളിളക്കത്തിൽ മൊത്തം കറണ്ടുകളൊക്കെ നിലച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ റേഡിയോയിൽ കൂടി അന്നത്തെ കാര്യങ്ങൾ, പല കാര്യങ്ങളും അന്ന് കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊക്കെ എനിക്കറിയാമല്ലോ, 2004 ഈ അടുത്തല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ആകാശവാണി, അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കുട്ടികളുടെ പ്രോഗ്രാം ആയിക്കോട്ടെ, ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ അതിൻ്റെ ട്യൂണിൽ അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്യൂണിലാണ്, വോയിസ് മോഡുലേഷനിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതുപോലെ ഒരു പ്രൊഫസറാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ അതേപോലെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആകാശവാണിയിൽ കൂടി കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് ആകാശവാണിയിലൂടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ വ്ളോഗിൽ ചിലപ്പോൾ ഒരു 2 മിനിറ്റ് 1 മിനിറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ, പല കഥകളും അതിൽ വളരെ കുറച്ചാണ് പറയുക. പക്ഷേ ആകാശവാണിയിൽ വന്ന് പല ആൾക്കാരും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചതും പല ചരിത്രങ്ങൾ പറഞ്ഞതും നമുക്ക് മുഴുവനായിട്ടും അത് മൊത്തത്തിൽ നമുക്ക് ഇപ്പോഴും റെക്കോർഡഡ് ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് ആകാശവാണി പുറത്തുവിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആകാശവാണിയിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ, ഇവിടെ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏത് കാലത്തേക്കും ഉപകാരപ്പെട്ടതാണ് എന്നും അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും അത് തുടർന്ന് വരുന്നുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കൂടി അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ പോലെ തന്നെ നമ്മുടെ ആകാശവാണിയിൽ വലിയൊരു റെക്കോർഡുണ്ട്. നമ്മുടെ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ, ഒരുപാട് ആൾക്കാരുടെ അവരെഴുതിയ പാട്ടുകൾ, നാടൻ പാട്ടുകൾ, കലാപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ആകാശവാണിയിലൂടെ കേൾക്കാൻ പറ്റിയില്ലേ. നമ്മുടെ ആകാശവാണിയോട് 90 തികഞ്ഞിരിക്കുന്ന ഈ വേളയിൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. പാട്ടോർമ്മ. ആകാശവാണിയിലൂടെ മുമ്പ് കേട്ട് ഓർമ്മയുള്ള ഒരു പാട്ട് ഇപ്പോൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും വേണ്ടി ഞാനത് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ലക്ഷദ്വീപിലത്തെ ആദ്യത്തെ സിനിമയായ ദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ കടലേ നീലക്കടലേ എന്ന് പറയുന്ന ഗാനം പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. 90 തികഞ്ഞ് ആകാശവാണി എന്ന പരിപാടിയിൽ പങ്കെടുത്തത് ഗായകനും വ്ളോഗറും അഭിനേതാവും അധ്യാപകനുമൊക്കെയായ ഫയർഫോഴ്സ് ജീവനക്കാരനുമായ അലിയുൽ ഷെയ്ഖാണ്. ശ്രോതാക്കൾക്കായി ഈ പരിപാടി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം. പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ, 90 തികഞ്ഞ് ആകാശവാണി.